35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് കുറുപ്പുംപടി MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ആലുവ MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി കലാകാരന്മാരും കലാകാരികളൊക്കെ ഇതുപോലുള്ള സ്റ്റേജുകളിൽ നിന്നും റവന്യൂ കലോത്സവം, ഉപജില്ലാ കലോത്സവം, സ്റ്റേറ്റ് കലോത്സവത്തിൽ നിന്നൊക്കെ വളർന്നു വന്ന് ഇന്ന് സിനിമാ രംഗത്തും പല മേഖലയിലും കലാരംഗത്തൊക്കെ ഇന്നും നിൽക്കുന്നതും അത് ശോഭിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. ഒത്തിരി കലാകാരന്മാരും കലാകാരികളും. അപ്പൊ നമുക്ക് പേര് പറയുന്നതിനപ്പുറം എത്രയോ ആളുകൾ വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് എല്ലാവർക്കും പറയാം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ നമുക്കറിയാം, സംസ്ഥാന കലോത്സവം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ്. അപ്പൊ ഇനി അടുത്ത സംസ്ഥാന കലോത്സവം, ഉപജില്ലാ കലോത്സവം എല്ലായിടത്തും കഴിഞ്ഞു. നല്ല മത്സരങ്ങളായിരുന്നു. വലിയ പരാതിയും പരിഭവമൊന്നുമില്ലാതെ അതൊക്കെ അങ്ങോട്ട് അവസാനിച്ചു. നമുക്കറിയാം, പലപ്പോഴും പരാതികളും പരിഭവങ്ങളും. എപ്പോഴും മത്സരങ്ങൾ ഒരു ആരോഗ്യകരമായ മത്സരം, മാതാപിതാക്കൾ തമ്മിലുള്ള മത്സരമാകരുതെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ലാതെ നല്ല ആരോഗ്യകരമായ മത്സരം കുട്ടികൾക്ക്, നമുക്കറിയാം എത്രയോ ദിവസത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിന് പുറകെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും സ്കൂളും ആ ടീമും ഒക്കെ അതിന്റെ പുറകെ തന്നെ നിന്നാണ് ഇതൊക്കെ ചെയ്തു പോകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനുമായ മനോജ് മുത്തടൻ അധ്യക്ഷത വഹിച്ചു. 15 വേദികളിലായി ഒരു ഗ്രാമപ്രദേശത്ത്, ഒരു നാട്ടിൻ പുറത്ത് ഒരു കലോത്സവം വരുന്നത് വളരെ അപൂർവമായിട്ടാണ്. അങ്ങനെ ഒരു കലോത്സവം വന്നപ്പോൾ ഈ നാട്ടിലെ ജനത മുഴുവൻ അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കലോത്സവത്തെ 2 കൈയും നീട്ടി സ്വീകരിച്ച് ഏറ്റവും ജനകീയമാക്കി മാറ്റിയിട്ടുള്ളത്. സംവിധായകനും നടനുമായ രമേശ് പിഷാരടി മുഖ്യ അതിഥിയായിരുന്നു. ഒരു ഗ്രാമപ്രദേശത്തേക്ക് ഇത് കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഞാനിപ്പോൾ ചോദിക്കുകയായിരുന്നു, 1 കിലോമീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് 14ഓളം ഓഡിറ്റോറിയങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ചൂടിനും വെയിലിനും ഒക്കെ ഓപ്പൺ എയറിൽ പരിപാടികൾ വയ്ക്കുക, മഴ എപ്പോഴാണ് പെയ്യുന്നതെന്നുള്ളത് യാതൊരു കണക്കുമില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ഇതുപോലൊന്ന് സംഘടിപ്പിക്കുമ്പം 1 കിലോമീറ്ററിനുള്ളിൽ 10-14 ഓഡിറ്റോറിയങ്ങൾ, ഹാളുകൾ കണ്ടുപിടിച്ച് അത് ഇതിനെ സജ്ജമാക്കി അവിടെ ഇത് കൊണ്ടുവന്ന് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഇവിടെയുള്ള ഇതിന് നേതൃത്വം വഹിക്കുന്ന ആളുകളുടെ വലിയ ഒരു അക്ഷീണമായ പരിശ്രമവും അധ്വാനവും ഒക്കെ അതിന്റെ പിന്നിലുണ്ട്. കലോത്സവ ലോഗോ ഡിസൈൻ ചെയ്ത ബിൽസിൽ ബിജുവിന് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ സമ്മാനദാനം നൽകി. DDE ഹണിജി അലക്സാണ്ടർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത് കുമാർ, രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ, മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് PP അവറാച്ചൻ, വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ, കോപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ, ആശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ, ശാരദാ മോഹൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. Bobby Chamanur International Jeweler.